ഹലോ, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. വിഷയം ചൂടുകുരുവാണ് വിഷയം. ഈ ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൂടുകുരുവിൻ്റെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചൂടുകുരു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചൊറിച്ചിലോട്ട് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ 2 കുട്ടികൾക്കും എല്ലാ വർഷവും ഈ ചൂടുകുരുവിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അവർക്ക് ഈ ഏപ്രിൽ 1-ാം തീയതി തന്നെ ഞാൻ നോക്കുമ്പോൾ 2 പേരുടെയും കഴുത്തിലും നെറ്റിക്കും ഒക്കെ നിറച്ച് ചൂടുകുരു പൊങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്ന സമയത്ത് ഒരുപാട് ലോഷൻസൊക്കെ ഡോക്ടറെ കാണിച്ച് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ചൂടുകുരു കൂടുന്നതല്ലാണ്ട് ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. അവസാനം സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി, നെറ്റിക്കൊക്കെ ഡ്രൈ ആയിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇവർക്ക് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ സ്കിന്നെന്ന് വിചാരിച്ചു. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ചൂടുകുരു വന്നിട്ട്. 2 പേരും ചൂടുകുരുവിൻ്റെ ചൊറിച്ചിലുകൊണ്ട് എപ്പോഴും ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് കെട്ട് ചൂടുകുരു അത്രയും മാത്രം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി. ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ എടക്കോച്ചി ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടുത്തെ ഡോക്ടർ അന്ന് ഞങ്ങൾക്ക് മാർഗ്രറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു അവിടെ ഇരുന്നത്. നല്ല ഡോക്ടറാണ്. ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടേ കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് ഒരു പൗഡർ ഞങ്ങൾക്ക് എഴുതി തന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം എടുത്ത് പറഞ്ഞു, വേറെ ഒരു പൗഡറും ഇതിൽ അപ്ലൈ ചെയ്യരുത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഈ ചൂടുകുരു വരുന്നത് തന്നെ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്തെങ്കിലും തടസ്സം മൂലം അടഞ്ഞു പോകുമ്പോഴേക്കും വിയർപ്പ് പുറത്തേക്ക് ഒഴുകാൻ പറ്റാതെ അത് ഉള്ളിൽ തന്നെ കെട്ടി നിൽക്കുമ്പോഴാണ് ഈ ചൂടുകുരു നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പൗഡർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, വേറെ ലോഷനും ഒന്നും ഉപയോഗിക്കേണ്ട, പിള്ളേർക്ക് ഒരു പൗഡർ ഞാൻ എഴുതിത്തരാം, അത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഡോക്ടറിൻ്റെ മരുന്ന് ഇതിന് മുന്നേയും ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ്. എനിക്ക് മുമ്പ് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇതുപോലെ പീരിയഡ്സ് ഒന്നും കറക്റ്റ് ആവാതിരുന്നിട്ട് ഞാൻ ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് നോക്കി, എനിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഒരു മരുന്ന് എനിക്ക് എഴുതി തന്നു. അത് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പീരിയഡ്സൊക്കെ കറക്റ്റായി, എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവർ ഈ പൗഡർ എഴുതി തന്നു. ഞാനത് കൊണ്ടുവന്നിട്ടൊരു 2 ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. 2-ാമത്തെ ദിവസം മുതൽ ഞാൻ രാവിലെയും വൈകിട്ടും കുളി കഴിയുമ്പോഴേക്കും 2 പേർക്കും ഈ പൗഡർ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് കൊടുത്തൊരു 2-ാമത്തെ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, നല്ല മാറ്റമുണ്ട് ചൂടുകുരുവിന്. നല്ലോണം ചൂടുകുരു താന്ന് ആ സ്കിന്ന് ഒരു 3-4 ദിവസമായപ്പോൾ തന്നെ ഡ്രൈ ആയിട്ടിരുന്ന സ്കിന്നൊക്കെ നല്ലോണം ഒന്ന് ഇതായി മാറാൻ തുടങ്ങി സ്കിന്നിൻ്റെ കണ്ടീഷനൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഈ പൗഡർ ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് നല്ല വിശ്വാസമായി. കാരണം എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എൻ്റെ പിള്ളേർക്ക് 2 പേർക്ക് ഈ ചൂടുകുരുവിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട്, ഞങ്ങൾക്ക് 2 അച്ഛനും അമ്മക്കും ഇല്ല, പിള്ളേർക്കാണ് ഈ ബുദ്ധിമുട്ട് വരാറ്. ഈ ഭയങ്കര സങ്കടം വരും. നമുക്ക് എന്തെങ്കിലും വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സ്കിൻ കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാണുന്ന ആളുകൾക്ക് തന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഇത് ചൂടുകുരു വരുന്നത് പകരും എന്നുള്ളൊരു വിശ്വാസം കൂടി ചിലർക്കുണ്ട്. എല്ലാവർക്കും അല്ല, അതിനെപ്പറ്റി അധികം അറിവില്ലാത്തവർക്ക് അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഉള്ളിൽ, എനിക്കും വരുമോ ഈ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ ഈ കാലത്ത്, ഇന്നും ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ കുട്ടികളെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു അറപ്പ് തോന്നുമെന്ന് വരെ ഞാൻ ചിന്തിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ ഇത് സ്കിൻ കണ്ടീഷൻ മാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ ഈ പൗഡർ നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ അതിൻ്റെ എക്സ്പയറി ഡേറ്റും എല്ലാം നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 5 വർഷം എക്സ്പയറി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് മതിയല്ലോ, അങ്ങനെ അത്രയും വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പൈസ പോലും എനിക്ക് മുടങ്ങിയില്ല ഇത് വാങ്ങിക്കാനായിട്ട്. എനിക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ പൗഡറാണ്. അങ്ങനെ ഞാനത് ഉപയോഗിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ പിള്ളേരുടെ സ്കിന്നൊക്കെ നല്ല മാറ്റമായി, ക്ലിയറായി. അങ്ങനെ ഞാൻ ഈ പൗഡർ എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ടാവും ഇതുപോലെ. ഒരുപാട് അമ്മമാർ എന്നെ പോലെ വിഷമിക്കുന്നവരുണ്ടാവും, കൊച്ചുങ്ങൾക്ക് ഈ ചൂടുകുരു കാരണം സങ്കടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ പൗഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് കൊള്ളില്ലാത്തതുകൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത്. കാരണം ആരും ഒരു മരുന്നും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുത്, ഉപയോഗിക്കരുതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്താണെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് അവർ എഴുതുമെങ്കിൽ വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും.
എന്നിട്ട് കിട്ടിയെന്നാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കട്ടോ. എനിക്കൊന്നും അറിയാമല്ലോ ആർക്കൊക്കെ കിട്ടിയെന്ന്. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം. പിള്ളേരുടെ സ്കിന്നും ഞാൻ കാണിച്ചു തരാം, പൗഡറും കാണിച്ചു തരാം. പൗഡർ ഞാൻ കാണിച്ചു തരാവേ. ഈ ബോറോനിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾ കളിക്കാനൊക്കെ എടുത്തുകൊണ്ടായിരുന്നു. അതിൻ്റെ പകുതി സ്റ്റിക്കറൊക്കെ കീറിക്കളഞ്ഞിട്ടാ. ബോറോനിപ്പ് എന്ന് പറഞ്ഞ പൗഡറാണ്. നമ്മുടെ ഇവിടെ ഇടക്കോച്ചിയിലെ മാർഗ്രറ്റ് ഡോക്ടർ എഴുതി തന്ന മരുന്നാണ് ബോറോനിപ്പ് പ്രിക്ലി ഹീറ്റ് പൗഡർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയേ, 2024 മാനുഫാക്ചറിങ് ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് 5 years വരെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം, ഒരു 5 വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികളുടെ സ്കിന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് ഞാൻ തുടക്കം മുതൽ എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ ഇന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ടാവില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച്, അതുകൊണ്ട് നമ്മൾ ഫോട്ടോയും സ്കിന്നും ഒന്നും എടുത്തു വെച്ചിട്ടില്ല, സ്കിന്നിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, പ്രസൻ്റ്ലി എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഓടിക്കാം. നോക്കിയേ, ഞാൻ കാണിച്ചു തരാം, കൈ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ തന്നെ പറ്റാത്ത കാര്യം, നമ്മൾ 3-4 ദിവസമായിട്ട് ഈ പൗഡർ ഉപയോഗിക്കുന്ന കാരണമാണ് ഇതിങ്ങനെ താന്നു പോയത്. നെറ്റ് ഇങ്ങനെ പിടിച്ച പിന്നെ ഇവിടെയൊക്കെ വെള്ള കളറിൽ ചെറുതായിട്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വെള്ള കളറിൽ ഇത് കണ്ട ചെറിയ ആ ചൂടുകുരു വന്നതിൻ്റെ പാടുകളാണ്. അതായത് താന്നു പോയി, അത് ഒരു 4 ദിവസം കൊണ്ട് തന്നെ താന്നു പോയി. അങ്ങനെയാണ് ആ പാടുകൾ വെള്ള കളറിൽ. ഇത് ഇട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ പരുവ. ഇവിടെയുമൊക്കെ കാണാൻ പറ്റാത്ത പോലെ താന്നു പോയി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ റിസൾട്ട് സ്വന്തമായിട്ട് അറിയാമല്ലോ. മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ പോയി മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എന്നല്ല അർത്ഥം. ഡോക്ടറെ കൊണ്ട് പ്രിസ്ക്രിപ്ഷനിൽ അവരെഴുതി തരുമെങ്കിൽ മേടിച്ച് ഉപയോഗിച്ച് റിസൾട്ട് അറിയുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എടുത്ത ആളെയും കാണിച്ചു തരാം. ഇയാൾക്കും താന്നു പോയി, അതുകൊണ്ട് മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല. മൂക്കിലുള്ള കുരു ചൂടുകുരുവല്ല കേട്ടോ, അത് കുഞ്ഞിലെ മുതലുള്ളത്. അത് മാറത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അതുകൊണ്ടില്ല. അത് ചൂടുകുരുവല്ല. ഡോക്ടറെ നമ്മൾ കാണിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് അങ്ങനെ മാറത്തില്ല, പകരുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചൂടുകുരു നെറ്റിക്കും കഴുത്തിലൊക്കെ ഇരുന്നുണ്ടായിരുന്നത്, അത് ഇപ്പോൾ കണ്ടില്ലേ ഫുള്ളും തന്നെ താന്നു പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഡോക്ടറോട് ഇതിനെപ്പറ്റി ചോദിക്കുക. ഡോക്ടർ എഴുതി തരുമെങ്കിൽ വാങ്ങിക്കുക, ഉപയോഗിക്കുക. റിസൾട്ട് സ്വന്തമായിട്ട് അനുഭവിച്ച് തന്നെ അറിയാം എല്ലാവർക്കും. അപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ വെച്ച് തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഡോക്ടറോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഒരുപാട് പൈസ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, അതിൻ്റെ റിസൾട്ട് നേരിട്ട് അറിയുക. ഓക്കെ.